നമസ്കാരം. ഈ മണിക്കുള്ള പ്രധാന വാർത്തകൾ. माननीय गृह मंत्री, मैं आपको फिर मौका दूंगा. ये घबराया हुआ रिस्पॉन्स है. SIR ചർച്ചയിൽ ലോക്സഭയിൽ ബഹളം. വാക്പോരുമായി നേതാക്കൾ. വോട്ട് മോഷണം നടത്തി ജയിച്ചത് നെഹ്റുവും ഇന്ദിരാഗാന്ധിയുമെന്ന് അമിത്ഷാ. ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി. രാഹുൽ മാങ്കൂട്ടത്തിന് ആശ്വാസം. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം. തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഉപാധികളോടെ. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണം. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണം എന്നിങ്ങനെ ഉപാധികൾ. രാഹുൽ നാളെ പാലക്കാട് വോട്ട് ചെയ്യാനെത്തിയേക്കും. VC നിയമന തർക്കത്തിൽ അനുനയ നീക്കം പാളി. വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഗവർണറും സർക്കാരും. മന്ത്രിമാരായ P. രാജീവും R. ബിന്ദുവും ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയത് സുപ്രീം കോടതി നാളെ വിഷയം പരിഗണിക്കാനിരിക്കെ താൻ നിശ്ചയിച്ചവർ യോഗ്യരെന്നും മുഖ്യമന്ത്രി എവിടെയെന്നും ഗവർണർ. നിയമനം മുഖ്യമന്ത്രി നൽകിയ പട്ടികയിൽ നിന്നാകണമെന്ന് മന്ത്രിമാർ. വടക്കൻ കേരളം നാളെ പോളിംഗ് ബൂത്തിലേക്ക്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിൽ ഒരുക്കം പൂർണ്ണം. അവസാന വോട്ടും ഉറപ്പിക്കാൻ നിശബ്ദ പ്രചാരണവുമായി മുന്നണികൾ. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ 70.91% പോളിംഗ്. നടിയെ ആക്രമിച്ച കേസിൽ വിധിപ്പകർപ്പ് ചോർന്നുവെന്ന ആരോപണം. അന്വേഷണം ആവശ്യപ്പെട്ട് ചീഫ് ജസ്റ്റിസിന് കത്ത് നൽകി ഹൈക്കോടതി അഭിഭാഷക അസോസിയേഷൻ. പ്രതികൾക്കുള്ള ശിക്ഷാവിധിയിൽ വാദം മറ്റന്നാൾ. കോൺഗ്രസ് വേട്ടക്കാരനൊപ്പമോ ഇരയ്ക്കൊപ്പമോ എന്ന് വ്യക്തമാക്കണമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. ഇൻഡിഗോ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഡൽഹി ഹൈക്കോടതി. കേന്ദ്രം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ അനുവദിച്ചു. നടപടിയെടുത്തത് പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം മാത്രമെന്ന് വിമർശനം. യാത്രക്കാർക്ക് നഷ്ടപരിഹാരം എത്രയും വേഗം നൽകണമെന്നും ഹൈക്കോടതി. SIR ചർച്ചയിൽ ലോക്സഭയിൽ ബഹളമാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാഹുൽ ഗാന്ധിയും തമ്മിൽ വാക്പോര്. വോട്ട് കൊള്ള നടന്നിട്ടില്ലെന്നും വോട്ടർ പട്ടികയുടെ പൂർണ്ണ ഉത്തരവാദിത്തം തെരഞ്ഞെടുപ്പ് കമ്മീഷനെന്നും അമിത്ഷാ പറഞ്ഞു. തന്റെ വാർത്താ സമ്മേളനത്തിൽ അധിഷ്ഠിതമായാണ് അമിത്ഷായുടെ മറുപടിയെങ്കിൽ അതിൽ മാത്രം നിന്ന് ചർച്ച നടത്താമെന്ന് രാഹുൽ ഗാന്ധി. താൻ എന്തിനെപ്പറ്റി പറയണമെന്ന് തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി അല്ല എന്നും സഭയിൽ എന്ത് സംസാരിക്കണമെന്ന് തനിക്കറിയാമെന്നും അമിത്ഷാ മറുപടി നൽകി. കോൺഗ്രസ് ജയിച്ചപ്പോൾ വോട്ട് മോഷണമൊന്നുമില്ലായിരുന്നുവെന്ന് അമിത്ഷാ പരിഹസിച്ചു. मान्यवर, पहली बात मैं स्पष्ट करना चाहता हूं, मैं 30 साल से विधानसभा और संसद में जनप्रतिनिधि के रूप में चुनकर आता हूं. मुझे लंबा अनुभव है संसदीय प्रणाली का. विपक्ष के नेता महोदय कहते हैं कि पहले मेरी बात का आप जवाब दीजिए, मैं सुनना चाहता हूं. आपकी मुनसफी से संसद नहीं चलेगी. मेरे यहां बोलने का क्रम मैं तय करूंगा. इस तरह से नहीं चलेगी संसद. मान्यवर, उनको धैर्य रखना चाहिए मेरा जवाब सुनने का. इनकी एक बात का जवाब मैं दूंगा, मगर मेरे भाषण का क्रम वो तय नहीं कर सकते. मैं करूंगा क्योंकि मैं बोल रहा हूं. Very good idea. Let us have a debate on the press conference. Amit Shah ji, I challenge you to have a debate on the 3 press conferences. Please. ठीक है, बैठ जाइए. माननीय, प्लीज. आपने बात की. ये डिबेट ही तो चल रही है. उत्तर प्रदेश में और हरियाणा में दोनों चुनाव में वोट कैसे मानिए, प्लीज. ये भी जवाब दे दीजिए. അമിത്ഷാ ഇപ്പോൾ സഭയിൽ സംസാരിക്കുകയാണ്. തത്സമയം आर्गुमेंट पढ़कर अगर आप सहमत है तो जब तक कानून नहीं बनता, चीफ जस्टिस ऑफ इंडिया की अध्यक्षता में एक कमेटी बने और प्रधानमंत्री और विपक्ष के नेता इसके मेंबर. हमें कोई आपत्ति नहीं. हमने हाँ बोला सर, और विपक्ष के नेता भी थे, प्रधानमंत्री थे और CJ. 2023 में कानून बन गया. कानून क्या बना? विपक्ष के नेता
प्रधानमंत्री तय करेंगे, वो एक मंत्री और स्वयं प्रधानमंत्री, ये 3 लोग बैठकर चर्चा कर मेरिट्स में चुनाव आयुक्त और मुख्य चुनाव आयुक्त की नियुक्ति करेंगे। मान्यवर, हमारे टाइम में तो और पारदर्शी, ये कह रहे हैं हमारा तो 33% ही हिस्सा है। भाई 33% तो है ना, हमारा तो हिस्सा ही नहीं था। और मान्यवर, मैं रिकॉर्ड से बताता हूं, 2012 में सीयूसी की नियुक्ति होनी थी, अडवाणी जी ने सुझाव दिया लिखकर कि एक प्रणाली बना जाए, नहीं बनाया और BS संपत जी को सीधा चुनाव आयुक्त बना दिया। उसके बाद में भी ये कल व्यक्ति कैसे है इसकी चर्चा है। नवीन चावला, जिसको आपातकाल की भूमिका पर शाह आयोग ने कहा था ये निष्पक्ष नहीं है, उनको मुख्य चुनाव आयुक्त बना दिया, जबकि मुख्य चुनाव आयुक्त गोपाल स्वामी ने इनके खिलाफ पक्षपात के പ്രശാന്ത് ചേരുകയാണ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. പ്രശാന്ത്, SAR ചർച്ചയിൽ ലോക്സഭയിൽ പൊരിഞ്ഞ ചർച്ച തന്നെ തുടരുകയാണ്. അമിത്ഷാ മറുപടി പറയുന്നു. SARലെ ചർച്ചയിൽ നിന്ന് മാറി കുറച്ചുകൂടി വ്യക്തിയാധിഷ്ഠിതമായി പോകുന്ന തലത്തിലേക്കൊക്കെ ഈ പരസ്പരമുള്ള രാഹുൽ ഗാന്ധിയുടെയും അമിത്ഷായുടെയും വാക്പോരുകൾ നീളുന്നുണ്ട്. വിവരങ്ങൾ. സ്വപ്ന, ഗാന്ധി കുടുംബത്തെ കടന്നാക്രമിച്ചുകൊണ്ടാണ് ഇപ്പോൾ അമിത്ഷായുടെ പ്രസംഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഇതുവരെ ഉന്നയിച്ച, പ്രത്യേകിച്ച് കോൺഗ്രസ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തന്നെ പൊള്ളയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അവിടെ വോട്ട് മോഷണം ആരോപണമുയർത്തി ബീഹാറിൽ യാത്ര നടത്തി. ആ യാത്ര നടത്തിയത് കോൺഗ്രസ് ആണ്, പക്ഷെ ജയിച്ചത് BJP ആണ്. അതായത് ജനങ്ങൾ ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിരിക്കുന്നു. തങ്ങൾ ജയിക്കുമ്പോൾ ഇതെല്ലാം ശരിയാണെന്ന് പറയുകയും പരാജയപ്പെടുമ്പോൾ വോട്ട് മോഷണവും വോട്ടർ പട്ടിക ക്രമക്കേടും അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലൊക്കെ തന്നെ ക്രമക്കേട് ആരോപിക്കുകയും ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള നീതിയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, രാഹുൽ ഗാന്ധി വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനം നടത്തുന്നു. ആ വാർത്താ സമ്മേളനങ്ങൾ ജനങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതിന് അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് ഉന്നയിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ അമിത്ഷാ പറഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി വീണ്ടും എണീറ്റ് നിന്ന് തന്റെ വാർത്താ സമ്മേളനത്തിൽ അധിഷ്ഠിതമായാണ് ഇത്തരം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകും മറുപടിയെങ്കിൽ ആ വിഷയത്തിൽ മാത്രം, ആ വാർത്താ സമ്മേളനത്തിൽ മാത്രം നിന്ന് ചർച്ച നയിക്കാം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അതിന് അത്തരം ഒരു ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. ആ സമയത്ത് അമിത്ഷാ കുറെ കൂടി രൂക്ഷമായ ഭാഷയിൽ പറയുന്നത് പ്രതിപക്ഷ നേതാവിന്റെ തീരുമാനത്തിനനുസരിച്ചല്ല സഭാ നടപടികൾ മുന്നോട്ട് പോകുന്നത്. സഭയിൽ താൻ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്ന രാഹുൽ ഗാന്ധിയല്ല, എന്ത് സംസാരിക്കണമെന്ന് താനാണ് തീരുമാനിക്കുന്നതെന്ന് പറയുകയും തമ്മിൽ വലിയ വാക്കേറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുകയും ചെയ്യുന്നു. മാത്രമല്ല, വോട്ട് മോഷണം നടത്തി ജയിച്ചത് നെഹ്റുവാണ് ആദ്യത്തെ തവണ, രണ്ടാമത് ജയിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. കോൺഗ്രസ് ആണ് ആദ്യം ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് തുടക്കം കുറിക്കുന്നത്. ആ സമയത്തൊക്കെ തന്നെ കോൺഗ്രസ് ജയിച്ചു. പിന്നീട് BJP ജയിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിൽ മറിച്ചൊരു ആക്ഷേപവുമായി വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും പ്രധാനമന്ത്രി ഉൾപ്പെടെ നടത്തിയ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങളുടെ ഒപ്പം തന്നെ ഭരണ നൈപുണ്യത്തിന്റെ വിജയമാണ് BJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിൽ അസൂയ പൂണ്ടിട്ട് കാര്യമില്ല. ഭരണഘടനാ സ്ഥാപനങ്ങളെയൊക്കെ തന്നെ അവഹേളിക്കുന്ന നിലപാടുകൾ ആണ് ഇപ്പോഴും കോൺഗ്രസ് തുടർന്നുകൊണ്ടിരിക്കുന്നത് എന്ന വിമർശനമാണ് നടക്കുന്നത്. ഏതായാലും അമിത്ഷായുടെ മറുപടി അല്ലെങ്കിൽ ആ ചർച്ച ഇപ്പോഴും തുടരുകയാണ്. സ്വപ്ന, പ്രശാന്താണ് വിവരങ്ങളുമായി ചേർന്നത്. SARൽ ലോക്സഭയിൽ ചർച്ച തുടരുകയാണ്. അമിത്ഷായും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഉള്ള വാക്പോരാണ് തുടർന്നത്. കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെ ഈ വോട്ട് ചോരി അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന തെളിവുകളടക്കം നിരത്തിയാണ് അമിത്ഷാ ആരോപിക്കുന്നത്. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന ഉപാധിയോടെയാണ് ജാമ്യം. അതേസമയം വിധിയിലുടൻ അപ്പീൽ സമർപ്പിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. 3 ദിവസമായി നടന്ന വിശദമായ വാദത്തിനൊടുവിലാണ് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബംഗളൂരുവിലെ താമസക്കാരിയായ 23-കാരി നൽകിയ രണ്ടാമത്തെ കേസിൽ രാഹുൽ മാങ്കൂട്ടം MLAക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് മുന്നിൽ ഹാജരായി ഒപ്പുവെക്കണമെന്ന ഉപാധിയോടെയാണ് ജാമ്യം. അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. അതേസമയം കേസിൽ ഉടൻ അപ്പീൽ സമർപ്പിക്കാനാണ് പ്രോസിക്യൂഷന്റെ തീരുമാനം. കോടതി ഉത്തരവിന്റെ കോപ്പി ലഭിക്കുന്നതോടെ ഉടൻ അപ്പീൽ സമർപ്പിക്കും. നിലവിൽ ആദ്യ ബലാത്സംഗ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് ഒളിവിൽ പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ആഴ്ചയായി ഒളിവിൽ തുടരുകയാണ്. ജാമ്യം ലഭിച്ചതോടെ രാഹുൽ നാളെ നടക്കുന്ന 2ാം ഘട്ട വോട്ടെടുപ്പിൽ പാലക്കാടെത്തി വോട്ട് ചെയ്തേക്കുമെന്നാണ് സൂചന. ആദ്യ ബലാത്സംഗ കേസിലെ ജാമ്യ ഹർജി 15-ന് ഹൈക്കോടതി പരിഗണിക്കാനിരിക്കെയാണ് 2ാം കേസിൽ മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കിട്ടിയത് പ്രോസിക്യൂഷന്റെ കഴിവുകേടെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. പുകഞ്ഞ കൊള്ളി പുറത്തെന്നും കേരള പോലീസ് പരാജയമെന്നും അദ്ദേഹം പറഞ്ഞു. തെളിവുണ്ടെന്ന് പറഞ്ഞിട്ട് 2 ആഴ്ച ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ പരാതി ജെനുവിനാണെങ്കിലും അല്ലെങ്കിലും പാർട്ടി ഒരു തീരുമാനമെടുത്തെന്നും അതാണ് പാർട്ടിയുടെ നയമെന്നും മുരളീധരൻ പറഞ്ഞു. അല്ല, അത് പക്ഷെ അദ്ദേഹം ചെയ്തത് നല്ലൊരു കാര്യമല്ലേ. അദ്ദേഹത്തിന് അങ്ങനെ പരാതി കിട്ടിയപ്പോൾ അതിന്റെ സാങ്കേതികത്വം അല്ല അദ്ദേഹം പരിശോധിച്ചത്. അദ്ദേഹം അത് നേരെ പാർട്ടിക്ക് അകത്തില്ലാത്ത ഒരാൾ ചെയ്തൊരു പ്രവൃത്തിയാണെങ്കിലും കിട്ടിയ പരാതി നേരെ DGPക്ക് അയച്ചു. പരാതി കൊടുത്തവരോട് പേരുണ്ടായിരുന്നില്ല. പരാതി കൊടുത്ത വനിതയോട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ഒരു മെസ്സേജ് തിരിച്ചയച്ചു. അതേ നമ്പറിൽ നിന്ന് ആ നമ്പറിലേക്ക് തിരിച്ചയച്ചു. ഇങ്ങനെ നിങ്ങളുടെ പരാതി നിങ്ങൾ ഉന്നയിച്ച വ്യക്തി ഇപ്പൊ പാർട്ടിയിലില്ല, എങ്കിലും നിങ്ങൾ നൽകിയ പരാതി ഞാൻ DGPക്ക് ഫോർവേഡ് ചെയ്തു. അത് അദ്ദേഹം അത് ഒരു മാതൃക തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അത് തന്നെയാണ്. അല്ല, ഞാൻ പറയുന്നത് ജെനുവിൻ ആണെങ്കിൽ അല്ലെങ്കിലും ഒരു തീരുമാനം പ്രസിഡന്റ് എടുത്തല്ലോ, അത് തന്നെയാണ്. അതാണ് പാർട്ടിയുടെ നയം. സർവകലാശാല VC നിയമനത്തിൽ തീരുമാനമായില്ല. സർക്കാർ ഗവർണർ കൂടിക്കാഴ്ച സമവായമാകാതെ പിരിഞ്ഞു. മുന്നോട്ട് വെച്ച പേരുകളിൽ സംസ്ഥാന സർക്കാർ ഉറച്ചുനിന്നു. ഗവർണറും നിലപാട് മാറ്റിയില്ല. ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി വരാത്തത് എന്തുകൊണ്ടെന്ന് ഗവർണർ ചോദിച്ചു. ചർച്ചയിലെ തീരുമാനം സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും ചർച്ച തുടരുമെന്നും മന്ത്രി P. രാജീവ് പറഞ്ഞു. സർവകലാശാലകളിലെ VC നിയമനത്തിൽ ഉടൻ പരിഹാരം കാണാൻ സുപ്രീം കോടതി അന്ത്യശാസനം നൽകിയതിന് പിന്നാലെയാണ് സർക്കാർ അനുനയ നീക്കം നടത്തിയത്. അതിന്റെ ഭാഗമായി നിയമമന്ത്രി P. രാജീവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദുവും ഗവർണർ രാജേന്ദ്ര അർലേക്കറുമായി കൂടിക്കാഴ്ച നടത്തി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനം മുഖ്യമന്ത്രി നൽകിയ പട്ടികയിൽ നിന്നാകണമെന്ന സർക്കാർ നിലപാട് മന്ത്രിമാർ ഗവർണറെ അറിയിച്ചു. ചാൻസലർക്ക് വിയോജിപ്പുള്ള പേരൊഴിവാക്കി പട്ടികയിലെ മറ്റ് പേരുകൾ പരിഗണിക്കാമെന്നും അറിയിച്ചതായാണ് സൂചന. എന്നാൽ മുഖ്യമന്ത്രി എന്തുകൊണ്ട് ചർച്ചയ്ക്ക് എന്ന് ഗവർണർ ചോദിച്ചു. ഡിജിറ്റൽ VC ആയി സജി ഗോപിനാഥിനെ എന്തുകൊണ്ട് എതിർക്കുന്നുവെന്ന് ഗവർണർ വിശദീകരിച്ചു. സജി ഗോപിനാഥിനോടുള്ള എതിർപ്പ് വിശദമാക്കി മുഖ്യമന്ത്രിക്ക് രേഖകളടക്കം നൽകിയിട്ടുണ്ടെന്നും പ്രശ്നം രാഷ്ട്രീയവൽക്കരിക്കാൻ താൽപര്യമില്ലെന്നും ഗവർണർ അറിയിച്ചതായാണ് വിവരം. സർക്കാർ മുൻകൈയെടുത്താണ് ചർച്ച നടത്തിയതെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. ചർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സുപ്രീം കോടതിയെ അറിയിക്കുമെന്നും ചർച്ച തുടരുമെന്നും മന്ത്രി വ്യക്തമാക്കി. ബഹുമാനായ ചാൻസലറുമായിട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട്. ആ ചർച്ച നടത്തി അത്തരം കാര്യങ്ങൾ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടും. അല്ല, അതിപ്പോൾ നമ്മളിപ്പോൾ കോടതി പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരിക്കുന്നു. അതിപ്പോൾ മാധ്യമങ്ങളുമായിട്ട് പങ്കുവെക്കേണ്ടതല്ല. അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നിരിക്കുന്നു. ഗവൺമെന്റ് ചർച്ച ചെയ്യുന്നു, ചാൻസലറുമായി ചർച്ച ചെയ്യുന്നു. അത്തരം കാര്യങ്ങൾ സമവായത്തോടുകൂടി പോകാനാണ് സർക്കാർ എപ്പോഴും ശ്രമിക്കുന്നത്. VC നിയമനത്തിൽ സമവായത്തിലെത്തിയില്ലെങ്കിൽ സുപ്രീം കോടതി നേരിട്ട് ഈ 2 സർവകലാശാലകളിലും VCമാരെ നിയമിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയം കോടതിയുടെ പരിഗണനയിലിരിക്കുന്നതിനാൽ സമവായം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും നാളെ സുപ്രീം കോടതിയിൽ ഈ വിഷയം വരുമ്പോഴായിരിക്കും അത് വിശദീകരിക്കാൻ സാധ്യത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിന് പിന്നാലെ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. മികച്ച പോളിംഗ് തങ്ങൾക്ക് അനുകൂലമാകും എന്ന കണക്കുകൂട്ടലാണ് രാഷ്ട്രീയ പാർട്ടികൾ. 70.9% വോട്ടാണ് ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. ശക്തമായ പ്രചാരണത്തിനൊടുവിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. ഭേദപ്പെട്ട പോളിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് ഓരോ കക്ഷികളും. ഏറ്റവും കൂടുതൽ പോളിംഗ് എറണാകുളം ജില്ലയിലും കുറവ് പത്തനംതിട്ടയിലുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലെ മുൻകാല മേധാവിത്വം തുടരാനാകുമെന്ന പ്രതീക്ഷയിലാണ് LDF. ഭരണവിരുദ്ധ വികാരം കൊണ്ട് ഈ മേധാവിത്വം മറികടക്കാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് UDF. കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടന്ന ജില്ലകളിൽ എറണാകുളം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും നിലവിൽ LDFനാണ് ആധിപത്യം. എന്നാൽ ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDFും BJPയും. തിരുവനന്തപുരം നഗരസഭയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറവാണെങ്കിലും വലിയ വിജയപ്രതീക്ഷയാണ് എല്ലാ മുന്നണികളും വെച്ചുപുലർത്തുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം വഞ്ചിയൂരിൽ വോട്ട് ചെയ്യാനെത്തിയ ട്രാൻസ്ജെൻഡർമാരെ ആക്രമിച്ച സംഭവത്തിൽ രാജീവ് ചന്ദ്രശേഖർ മറുപടി പറയണമെന്ന് മന്ത്രി V. ശിവൻകുട്ടി. നിയമത്തെ രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പാർട്ടി തീരുമാനമല്ല എന്ന് മറ്റ് നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നലെ വഞ്ചിയൂരുണ്ടായ ഒരു സംഭവം BJP മറുപടി പറയേണ്ടതാണ്. ഒരു ട്രാൻസ്ജെൻഡർ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി വന്നപ്പോൾ അവരെ അപമാനിച്ച് അയക്കുകയും അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത നിലയിൽ സംഘർഷം സൃഷ്ടിക്കുന്നതിന് വേണ്ടി തയ്യാറാകുകയും ചെയ്തു. അപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തോടുള്ള BJPയുടെ സമീപനമാണോ ഇത് വ്യക്തമാക്കുന്നത് എന്നുള്ള വിവരം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് വ്യക്തമാക്കണമെന്നുള്ള കാര്യം ഞാൻ ആവശ്യപ്പെടുകയാണ്.
ഞാൻ സംഭവ സ്ഥലത്ത് പോയതാണ്, കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയതുമാണ്. അദ്ദേഹത്തിന് അദ്ദേഹം വ്യാപാര വ്യവസായ രംഗത്ത് നിൽക്കുന്ന കോർപ്പറേറ്റ് മാനേജ്മെൻ്റ് ആണല്ലോ, അതിൻ്റെ പ്രതിനിധിയാണല്ലോ. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനവും സംഘടനാ രീതിയും സംഘടനാ തത്വങ്ങളൊക്കെ അതിനെ സംബന്ധിച്ചുള്ളൊക്കെ. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ ആത്മവിശ്വാസത്തിലാണ് കോഴിക്കോട്ടെ മുന്നണികൾ. ആര് ശ്രമിച്ചാലും കോഴിക്കോട് ഇടതുപക്ഷത്തിനുള്ള സ്വാധീനം കുറയില്ലെന്ന വാദത്തിൽ LDFും ചുവപ്പുകോട്ട തകർന്നടിയുമെന്ന വിശ്വാസത്തിൽ UDFും ഉറച്ചു നിൽക്കുകയാണ്. കോഴിക്കോട് LDFും UDFും അപ്രസക്തമാകുമെന്നാണ് BJP പറയുന്നത്. കോഴിക്കോട്ടെ ചുവപ്പ് കോട്ട തകർക്കുക എന്നതാണ് UDFിന്റെയും BJPയുടെയും ലക്ഷ്യം. എന്നാൽ കഴിഞ്ഞ നാളുകളിലെ കോഴിക്കോട്ടെ ചരിത്രം എടുത്തു നോക്കിയാൽ അതത്ര എളുപ്പമല്ല. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിന്റെ കൈകളിലാണ് കോർപ്പറേഷന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഭരണം. എന്നാൽ ഇത്തവണ ചരിത്രം മാറ്റിയെഴുതപ്പെടുമെന്ന വിശ്വാസത്തിലാണ് UDFും BJPയും. അതിനായി ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തി കാടിളക്കിയുള്ള പ്രചരണമാണ് ഇരു മുന്നണികളും നടത്തിയത്. മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും കോഴിക്കോട്ടെ വികസന മുരടിപ്പും UDFിനും LDFിനുമുള്ള SDPIയുടെ പിന്തുണയും BJP പ്രചരണായുധമാക്കിയപ്പോൾ ഭരണവിരുദ്ധ വികാരവും അഴിമതിയും വികസന മുരടിപ്പും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമെല്ലാം എടുത്തു കാണിച്ചായിരുന്നു UDFിന്റെ പ്രചരണം. LDFിന്റെ പ്രചരണമാകട്ടെ പിണറായി സർക്കാരിന്റെ വികസനങ്ങളിൽ ഊന്നിയും. ഇവയ്ക്കൊക്കെ പുറമെ സ്വർണ്ണക്കൊള്ളയും രാഹുൽ വിഷയവുമെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടു. കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ഇത്തവണ UDF ഭരണത്തിൽ വരുമെന്ന് കോഴിക്കോട് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ പറഞ്ഞു. ജില്ലയിൽ UDF ഏറെ പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ പ്രാവർത്തികമാക്കുന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങളുള്ളത്. കോഴിക്കോട് കോർപ്പറേഷൻ അരനൂറ്റാണ്ട് കാലമായി ഞങ്ങൾ അധികാരത്തിലുള്ള ഇത്തവണ UDFിൻ്റെ മേയർ കോഴിക്കോട് സത്യപ്രതിജ്ഞ ചെയ്യും. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇന്നുവരെ ഞങ്ങൾ ഭരിച്ചിട്ടില്ല. ചരിത്രത്തിലാദ്യമായി UDF ജില്ലാ പഞ്ചായത്തിൽ ഭരണം നടത്തും. എന്നാൽ BJP കോർപ്പറേഷനിൽ ഒറ്റകക്ഷിയാകുമെന്നാണ് അവരുടെ വാദം. BJPക്ക് സ്വാധീനമുള്ള ഇടങ്ങളിൽ കോൺഗ്രസും CPMും ചേർന്ന് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുന്നു എന്നും BJP കോഴിക്കോട് സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു ആരോപിച്ചു. BJPയുടെ സിറ്റിംഗ് വാർഡുകളിൽ BJP പിടിച്ചെടുക്കുന്ന വാർഡുകളിൽ LDFും UDFും തമ്മിൽ ധാരണയായിരിക്കുന്നു. പല വാർഡുകളിലും ആരാണോ BJPക്കെതിരെ രണ്ടാം സ്ഥാനത്തുള്ളത് അത് LDF ആണെങ്കിൽ മൂന്നാം സ്ഥാനത്തുള്ള UDF LDFിന് ചെയ്യുക, ഇങ്ങനെയുള്ളൊരു ധാരണ പരസ്യമായിട്ട് വന്നിരിക്കുന്നു. BJP വിജയം കൊണ്ടുവരുന്ന പാർട്ടിയാണ്, വികസനം കൊണ്ടുവരുന്ന പാർട്ടിയാണെന്നുള്ള പൊതുധാരണയുണ്ട്. അതുകൊണ്ട് 10 മടങ്ങ് ആവേശവും പ്രതീക്ഷയും വർദ്ധിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെയും BJPയുടെയും ആത്മവിശ്വാസത്തിന് വോട്ടെണ്ണി തീരുന്നതുവരെ മാത്രമാണ് കാലാവധിയെന്ന് CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി M മെഹബൂബ് പരിഹസിച്ചു. ഫലപ്രഖ്യാപനം വരെ എന്തും ആർക്കും പറയാം. UDFിന് പറയത്തക്ക ഒരു പ്രതിപക്ഷമായിട്ട് പോലുമുള്ള അംഗത്വം ജില്ലാ പഞ്ചായത്തിൽ ലഭ്യമാകാൻ സാധ്യതയില്ല. ഞങ്ങൾ UDF വിജയിക്കും എന്ന് തീരുമാനിച്ച മണ്ഡലങ്ങളിൽ പോലും ഞങ്ങൾക്ക് വലിയ മുന്നേറ്റമുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം BJPനെ കിട്ടുന്ന വോട്ട് സിന്ദാബാദ് വിളിക്കുന്ന പാർട്ടിയാണ്. ആ വോട്ട് അവർക്ക് തന്നെ നേടിയാൽ അവർക്ക് കഴിഞ്ഞ വോട്ട് ആ വോട്ടിനേക്കാളും കുറവ് വോട്ട് കിട്ടുമെന്നാണ് ഞങ്ങളുടെ കണക്കൂട്ടൽ. അരയും തലയും മുറുക്കിക്കെട്ടി 3 മുന്നണികളും പോര് തുടരുകയാണ്. ആർക്കൊപ്പം ജനം നിൽക്കുമെന്ന് 13-അറിയാം. അമൃത ന്യൂസ് കോഴിക്കോട്. 1903 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് കോഴിക്കോട് നടക്കുക. ജില്ലയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണമെല്ലാം പൂർത്തിയായി. നിശബ്ദ പ്രചാരണത്തിലൂടെ അവസാനവട്ട വോട്ട് ഉറപ്പിക്കുകയാണ് മുന്നണികൾ. കോഴിക്കോട് ജില്ലയിലെ 70 ഗ്രാമപഞ്ചായത്തുകളിലെ 1343 വാർഡുകളിലേക്കും 12 ബ്ലോക്ക് പഞ്ചായത്തുകളിലെ 183 വാർഡുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലെ 28 വാർഡുകളിലേക്കും 7 നഗരസഭകളിലെ 273 വാർഡുകളിലേക്കും കോഴിക്കോട് കോർപ്പറേഷനിലെ 76 വാർഡുകളിലേക്കുമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 6323 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ മത്സരരംഗത്തുള്ളത്. 26,82,682 വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ്. ജില്ലയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും പൂർത്തിയായി. നിശബ്ദ പ്രചരണ ദിനമായ ഇന്ന് ആളുകളെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക പോലീസ് സുരക്ഷ, വെബ്കാസ്റ്റിംഗ്, വീഡിയോഗ്രഫി എന്നിവയും ഉണ്ടാകും. കൂട്ടലും കിഴിക്കലുമായി തികഞ്ഞ പ്രതീക്ഷയിലാണ് മുന്നണികൾ. പ്രമുഖ നേതാക്കളെല്ലാം കളത്തിലിറക്കി കോർപ്പറേഷൻ ഭരണം പിടിക്കാനും നിലനിർത്താനും ശക്തമായ പ്രചാരണമാണ് 3 മുന്നണികളും നടത്തിയത്. CPM കോർപ്പറേഷൻ തുടർഭരണം ഉറപ്പിച്ച മട്ടാണ്. ആ വിശ്വാസം ഇളക്കിമറിക്കുന്ന പ്രവർത്തനങ്ങളാണ് UDFും NDAയും കാഴ്ചവെക്കുന്നത്.
അമൃത ന്യൂസ് കോഴിക്കോട്. കാസർഗോഡ് ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിലെ കളനാട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് വധഭീഷണി. INL പ്രവർത്തകരാണ് ഭീഷണി മുഴക്കിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി അബ്ദുൾ റഹ്മാൻ കളനാടിന് നേരെയാണ് കൊലവിളി നടന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ തവണ കളനാട് വാർഡിൽ 8 വോട്ടിനാണ് INL ജയിച്ചിരുന്നത്. ഇൻഡിഗോ പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച ഡൽഹി ഹൈക്കോടതി സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ കേന്ദ്രം അനുവദിച്ചുവെന്നും പ്രതിസന്ധി ഉണ്ടായതിനു ശേഷം മാത്രമാണ് നടപടികൾ എടുത്തത് എന്നും കോടതി വിമർശിച്ചു. യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള വ്യവസ്ഥകൾ ഇൻഡിഗോ കർശനമായി പാലിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇന്നും 220 സർവീസുകൾ റദ്ദാക്കി. വിവരങ്ങളുമായി പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ഇൻഡിഗോ അവകാശവാദം ഉന്നയിക്കുമ്പോൾ പോലും ഇനിയും സർവീസുകളിൽ നല്ലൊരു ശതമാനവും നേരെയായിട്ടില്ല. ഇതിൻ്റെ കൃത്യമായ ഒരു കാരണമായി ഡൽഹി കോടതി വിമർശിക്കുന്നത്, അല്ലെങ്കിൽ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ തന്നെയാണ്. കൃത്യമായ നടപടികൾ എടുക്കുക, ഈ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാൻ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് നീക്കമുണ്ടായി എന്നാണ് കോടതി പറയുന്നത്. ചീഫ് ജസ്റ്റിസ് ദേവേന്ദ്രകുമാർ ഉപാധ്യായ അധ്യക്ഷനായ ബെഞ്ചാണ് ഇൻഡിഗോയുടെ ഈ ഇപ്പോഴത്തെ സാഹചര്യങ്ങളും പ്രതിസന്ധികളും എല്ലാം തന്നെ അതുമായി ബന്ധപ്പെട്ട ഹർജി പരിഗണിച്ചത്. ഈ പൊതുതാൽപര്യ ഹർജി പരിഗണിച്ചുകൊണ്ട് കോടതി പറഞ്ഞത് കേന്ദ്രം സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകാനുള്ള സാഹചര്യം ഒരുക്കിയെന്ന വിമർശനമാണ് ഉന്നയിച്ചത്. നടപടികൾ എടുത്തത് പോലും വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിയപ്പോഴാണ്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രതിസന്ധികൾ തുടങ്ങിയിരുന്നു. ആ സമയത്ത് കൃത്യമായ ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. വിമാന സർവീസ് വിമാനക്കൂലി 40,000 രൂപ വരെ എത്തി. അത് തടയാൻ എന്തുകൊണ്ട് സർക്കാർ കഴിഞ്ഞില്ല? അത് സർക്കാർ പരാജയപ്പെട്ടു എന്ന വിമർശനമാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. മാത്രമല്ല, ഏതായാലും യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകാനുള്ള വ്യവസ്ഥകളെല്ലാം തന്നെ ഇൻഡിഗോ കർശനമായി പാലിക്കണമെന്ന് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. ഇത് വ്യോമയാന മന്ത്രാലയം അതുപോലെ തന്നെ DGCയും കൃത്യമായി ഈ കാര്യം ഉറപ്പാക്കണം. അതോടൊപ്പം തന്നെ വിമാന കമ്പനികൾ ഉത്തരവുകളും നിർദ്ദേശങ്ങളും പാലിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പാക്കണമെന്ന് കൂടിയാണ് കോടതി ഈ ഘട്ടത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നിർണായക നിലപാട് തന്നെയാണ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതിനിടയിൽ തന്നെ ഇന്ന് സ്ഥിതിഗതികൾ സാധാരണഗതിയിലേക്ക് എത്തുമെന്നൊരു അവകാശവാദം ഇൻഡിഗോയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെങ്കിൽ ആ രീതിയിലല്ല ഇപ്പോൾ കാര്യങ്ങൾ നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 220 സർവീസുകളാണ് ഇതുവരെ ഇപ്പോൾ ഇൻഡിഗോ റദ്ദാക്കിയതായി വ്യക്തമാകുന്നത്. ഡൽഹി, അതുപോലെ തന്നെ മുംബൈ, ബംഗളൂരു 3 വിമാനത്താവളങ്ങളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സർവീസുകൾ റദ്ദാക്കിയിട്ടുള്ളത്. അതിൽ തന്നെ ഡൽഹിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ സർവീസുകൾ റദ്ദാക്കിയെന്നാണ് വ്യക്തമാക്കുന്നത്. ഏതായാലും സ്ഥിതിഗതികൾ വളരെ പെട്ടെന്ന് ശരിയായ ദിശയിലേക്ക് എത്തുമെന്ന് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ വിമാനത്താവളങ്ങൾ കേന്ദ്രീകരിച്ച ഇതിന്റെ ഇപ്പോഴത്തെ ഈ സർവീസ് നടപടിക്രമങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയും ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളും നൽകുന്നു എന്നുള്ളത് വ്യോമയാന മന്ത്രാലയം ഉറപ്പു നൽകിയിട്ടുണ്ട്. സ്വപ്ന, കൃത്യവും കർശനവുമായ നിർദ്ദേശങ്ങൾ തന്നെയാണ് കേന്ദ്ര സർക്കാരിനും ഇൻഡിഗോ വിമാന കമ്പനിക്കും ഡൽഹി ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം അമ്പലംകുന്ന് നെട്ടയത്ത് SIR ഫോം തിരികെ ചോദിച്ച BLOയ്ക്ക് മർദ്ദനം. 23-ാം നമ്പർ ബൂത്തിലെ BLO ആദർശനാണ് മർദ്ദനമേറ്റത്. നെട്ടയം സ്വദേശി അജയനാണ് മർദ്ദിച്ചത്. പൂരിപ്പിച്ച ഫോം തിരികെ ചോദിച്ച് നിരവധി തവണ അജയന്റെ വീട്ടിലെത്തിയെങ്കിലും തിരികെ നൽകാൻ തയ്യാറായിരുന്നില്ല. ഫോം ആവശ്യപ്പെട്ട ആദർശിന് വീണ്ടും എത്തിയപ്പോഴായിരുന്നു മർദ്ദനം ഉണ്ടായത്. അല്ല, വേറെ ആരും അവിടെ അങ്ങനെ തങ്ങുന്ന ഒരു ഇവിടെ ഇങ്ങനെ വീണപ്പോൾ ഇങ്ങനെ ഇല്ല, വേറെ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും നല്ല സഹകരണത്തിലാണ്. എല്ലാവരും BLOമാരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി. BLAമാരും എല്ലാം നല്ല സഹകരണത്തിലാണ്. ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലെ രേഖകൾ EDക്ക് കൈമാറുന്നത് മനഃപൂർവ്വം വൈകിപ്പിച്ച് സംസ്ഥാന സർക്കാർ. വിജിലൻസ് കോടതിയിലെ ED അപേക്ഷയിൽ എതിർപ്പ് രേഖാമൂലം അറിയിക്കാൻ SITക്ക് സാവകാശം നൽകണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. അപേക്ഷ പരിഗണിക്കുന്നത് 17-ാം തീയതിയിലേക്ക് വീണ്ടും മാറ്റി. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുള്ളതായാണ് EDയുടെ കണ്ടെത്തൽ. അന്വേഷണത്തിന് തടസ്സമില്ല എന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ED കൊല്ലം വിജിലൻസ് കോടതിയെ സമീപിച്ചത്. കേസിന്റെ FIR പകർപ്പുകളും റിമാൻഡ് റിപ്പോർട്ടുകളും അടക്കം ആവശ്യപ്പെട്ട ED അഭിഭാഷകൻ അഡ്വക്കേറ്റ് MJ സന്തോഷ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. എന്നാൽ ശബരിമലയിലേക്ക് ED അന്വേഷണം വേണ്ട എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. പലവിധ കാരണങ്ങൾ പറഞ്ഞാണ് അന്വേഷണത്തിന് തടയിടുന്നത്. രേഖകൾ കൈമാറുന്നതിൽ എതിർവാദമുണ്ട് എന്ന് സർക്കാർ അറിയിച്ചതിനെ തുടർന്നാണ് അപേക്ഷ പരിഗണിക്കുന്നത് ആദ്യം മാറ്റിവെച്ചത്. എന്നാൽ രേഖാമൂലം എതിർപ്പറിയിക്കാൻ SITക്ക് കൂടുതൽ സമയം വേണമെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. തുടർന്ന് അപേക്ഷ പരിഗണിക്കുന്നത് 17-ാം തീയതിയിലേക്ക് മാറ്റുകയായിരുന്നു. ED അന്വേഷണം ആരംഭിച്ചാൽ മന്ത്രിമാർക്കടക്കം കുരുക്ക് വീഴുമോ എന്നതാണ് സർക്കാരിന്റെ ആശങ്ക.
നിലവിൽ SIT അന്വേഷണം മതി എന്നതാണ് വാദം. 17-ാം തീയതിയും രേഖകൾ കൈമാറുന്നതിൽ തീരുമാനമായില്ല എങ്കിൽ ED മറ്റ് നടപടികളിലേക്ക് കടക്കും. നിലവിൽ 6 പേരാണ് സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായത്. മുൻ MLAയും ദേവസ്വം മുൻ പ്രസിഡന്റുമായ A. പത്മകുമാറിൽ വരെയാണ് അന്വേഷണം എത്തി നിൽക്കുന്നത്. 12-ാം തീയതി പത്മകുമാർ സമർപ്പിച്ച ജാമ്യ ഹർജിയിലും വിജിലൻസ് കോടതി വിധി പറയും. അമൃത ന്യൂസ്, കൊല്ലം. മുഖ്യമന്ത്രിയുമായി തുറന്ന സംവാദത്തിന് തയ്യാറെന്നും പിണറായി വിജയൻ എട്ടുകാലി മൊമൂഞ്ഞെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമലയിലെ സ്വർണം കോടീശ്വരന് വിറ്റുവെന്ന് ആദ്യം പറഞ്ഞത് താനാണ്. തെരഞ്ഞെടുപ്പ് കഴിയും വരെ മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാതിരിക്കാൻ സർക്കാർ SITക്ക് മേൽ സമ്മർദ്ദം ചെലുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യവുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് നിയമത്തിന്റെ വഴിക്ക് പോകട്ടെയെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. ശശി തരൂരിന് സവർക്കർ പുരസ്കാരം പ്രഖ്യാപിച്ചതിനോടുള്ള ചോദ്യത്തിന് പ്രതികരിക്കാതെ കൈകൂപ്പുകയാണ് VD സതീശൻ ചെയ്തത്. ശബരിമലയിൽ ദർശനത്തിന് എത്തിയതായിരുന്നു അദ്ദേഹം. ശബരിമല കേരളം മുഴുവൻ, കേരളത്തിലെ വിശ്വാസികൾ മാത്രമല്ല എല്ലാവരും അമ്പരന്ന് നിൽക്കുകയാണ്. കാരണം ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ള കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ്. 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും CPMന്റെ സമുന്നതരായ നേതാക്കളും ജയിലിലാണ്. അതിൻ്റെ അന്വേഷണം ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. നമുക്കതിനകത്ത് പൂർണ്ണമായ വിശ്വാസമുണ്ട്. പക്ഷേ ആ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ മീതെ സമ്മർദ്ദം ചെലുത്തുകയാണ്. കാരണം മുൻ ദേവസ്വം മന്ത്രിയെ ചോദ്യം ചെയ്യാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഈ തെരഞ്ഞെടുപ്പ് വരെ അത് മാറ്റിവെക്കണമെന്നുള്ള സമ്മർദ്ദം SITയുടെ മീതെ ഉണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളെ CPM പൊതിഞ്ഞു സംരക്ഷിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. ജയിലിലായവരെ പാർട്ടി പുറത്താക്കാത്തത് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം എത്തുമെന്ന ഭയം കാരണമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള തെരഞ്ഞെടുപ്പിൽ സർക്കാരിന് തിരിച്ചടിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. തെക്കൻ ജില്ലകളിൽ പോളിംഗ് വർധനവുണ്ടാകാത്തത് വോട്ടർ പട്ടികയിലെ അപാകതയും വാർഡ് കീറിമുറിച്ചുള്ള വിഭജനവും തിരിച്ചടിയായതുകൊണ്ടാണ് എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. പാർട്ടി അവരെ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ഗൗരവത്തിൽ തെരഞ്ഞെടുപ്പിന് ചർച്ചാ വിഷയമാകും. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും നേതാക്കന്മാരും അഖിലേന്ത്യാ സെക്രട്ടറിയും മൗനം പാലിക്കുകയാണ്. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ജയിലിൽ കിടക്കുന്ന സഹാക്കൾക്ക് സംരക്ഷണം നൽകുന്നത് അവരെ പിണങ്ങിയാൽ അവർ കൂടുതൽ പേരുകൾ പറയും. അത് CPM നേതൃത്വത്തിൻ്റെ മുഖം കൂടുതൽ വികൃതമാക്കും. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തേക്കെങ്കിലും അവരുടെ സംരക്ഷകരായിട്ട് പരസ്പര ധാരണയിലാണ് CPM പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ വളരെ ഗൗരവത്തിൽ തന്നെ ജനങ്ങൾ പരിശോധിച്ച് വോട്ട് ചെയ്യുന്ന വിഷയങ്ങളായി മാറും. ശബരിമല സന്നിധാനത്ത് ദീപാരാധനയുടെ സമയമാണ്. തത്സമയം